ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യൻ്റെ രാഷ്ട്രീയത്തിൽ അറിയാം നമുക്ക്. അത് സഖാവ് പിണറായി വിജയനായിരുന്നു. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അറിയുന്നത്? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും മിണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ PV അൻവർ MLA നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, മലയാളികളെ പോലെ ഭൂലോക വിഡ്ഢികള് ഈ ലോകത്ത് വേറെ കാണത്തേയില്ല. അത്രയും വിഡ്ഢികളാണ്. നമ്മളെ എളുപ്പത്തിൽ പറ്റിക്കാം. ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നത് മലയാളികളെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും പറ്റിക്കാൻ വേണ്ടി പറ്റില്ലെന്നാണ്. പക്ഷേ വെറുതെയാണ്. നമ്മളെ ഈസി ആയിട്ട് പറ്റിക്കാം, സിമ്പിൾ ആയിട്ട് പറ്റിക്കാം. ജസ്റ്റ് ഞാനൊരു നന്മ നിറഞ്ഞ മകനാണ് എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിച്ചെടുത്താൽ മതി, മലയാളികൾ കൂടെ പൊക്കോളും. ആ ഇമേജ് ആണിപ്പം ഈ പുള്ളിക്കാരനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി കേരളത്തിന്റെ അധികാര പദവിയിലേക്ക് വരുന്നു. ആ രാജവാഴ്ച 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇനി അടുത്ത വർഷമാകുമ്പോഴേക്കും ആ രാജവാഴ്ചയുടെ ഫ്യൂച്ചർ എന്താണെന്ന് നിർണ്ണയിക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു സമയത്ത് ഈ രാജവാഴ്ചയിൽ തന്നെയുള്ള ഒരു വ്യക്തി, ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു കള്ളൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ കള്ളന്മാർക്കൊക്കെ കഞ്ഞി വെച്ച ഒരുത്തൻ ഇങ്ങനെ വന്നിട്ട് കുമ്പസാരം നടത്തുന്നു. ഞാൻ എല്ലാം മടുത്തുപോയി, ഞാൻ അതിനകത്ത് നിന്ന് എല്ലാം സഹിച്ച്, വേണ്ടത്ര സഹിച്ച്, എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല, എല്ലാം വല്ലാത്ത അവസ്ഥയായിപ്പോയി എന്നാണ് ആ കുമ്പസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എനിക്കിനി ജനങ്ങളുടെ ഒപ്പം നിൽക്കണം, ഇത്രയും നാളും ജനങ്ങളെ പറ്റിച്ചതൊക്കെ മതി, എനിക്കിനി ജനങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ളൊരു ഇമേജാണ് ഇവിടെ പുള്ളിക്കാരനെ സൃഷ്ടിച്ചെടുക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്തൊന്നുമല്ല ഇപ്പൊ ഈ കുമ്പസാരം നടത്തിയത്. പക്ഷേ ഈ കുമ്പസാരം കേൾക്കാൻ നിൽക്കുന്ന പല ആൾക്കാരുടെ ഉള്ളിലുണ്ടായ ഇമേജ്, എത്ര നല്ല മനുഷ്യൻ, എല്ലാം വെട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി എല്ലാം തുറന്നു പറയാൻ തയ്യാറായല്ലോ. അങ്ങനെയൊന്നുമല്ല. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ജനപ്രതിനിധിയാണ്, ഏറ്റവും നല്ല ജനനേതാവാണ്, ജനനായകനാണ് എന്നിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എനിക്ക് സ്വന്തമായിട്ടൊരു പാർട്ടിയൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല, പക്ഷെ ജനങ്ങൾ ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ നയിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതാണ് ഉദ്ദേശം. സത്യത്തില് ഈ കള്ളന്മാരെയൊക്കെ കൊണ്ട് പൊറുതി മുട്ടിയ അവസ്ഥയാണ്. ആരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമാണ് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയും. സത്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണകൂടം, ഈ ഭരണപക്ഷം നമ്മുടെ കേരളത്തിനെ 10 വർഷം കൊണ്ട് ഈ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഏറ്റവും കൂടുതൽ കാരണമാക്കിയത് ആരാണെന്ന് അറിയാമോ? ശക്തിയില്ലാത്ത, ഒരു രീതിയിലുള്ള കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഒരു പ്രതിപക്ഷം. നമ്മുടെ പ്രതിപക്ഷം എവിടെ പോയി? ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ച് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തി പുറത്തേക്ക് വന്നു സംസാരിക്കുന്നു. അയാൾ എന്ത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അയാൾ പറഞ്ഞ കാര്യത്തിൽ കുറേയൊക്കെ സത്യങ്ങളുണ്ടാകും. പക്ഷേ ഇത്രയും ആരോപണങ്ങളും ഇത്രയും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടും പ്രതിപക്ഷത്തിലിരിക്കുന്ന ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരണത്തിലിരുന്ന സമയത്ത് കോൺഗ്രസിലെ നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയൊരു ആരോപണവും അഴിമതിയും ഒക്കെ വന്നപ്പോൾ എന്തായിരുന്നു തിരിച്ച് ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ ചെയ്തത്? വലിയ സമരങ്ങൾ ഉണ്ടാക്കി, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അങ്ങനത്തെ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കാനോ സമരങ്ങൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇവരെ എതിർത്ത് നിൽക്കാനോ ഇവരെ എതിർത്ത് സംസാരിക്കാനോ ഒന്നും തയ്യാറാകാത്ത, സ്ട്രെങ്ത് ഒന്നുമില്ലാത്ത, കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷമായി പോയി നമ്മുടേത്. അതുകൊണ്ടും കൂടിയാണ് ഭരണപക്ഷം ഇത്രയും കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്തത്. എപ്പോഴും ഭരണപക്ഷം അഴിമതി ഇല്ലാതെ, കുറച്ചെങ്കിലും അഴിമതി ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം വേണം. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷവും ഇല്ലെങ്കിലോ ഭരണപക്ഷത്തിന് തോന്നുന്ന രീതിയിൽ ചെയ്യാം. സത്യത്തില് ഇനി വരാനിരിക്കുന്ന ഇലക്ഷനിൽ കേരളത്തിന്റെ താക്കോൽ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ കൺഫ്യൂഷനാണ്. കഴിവുള്ള, നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരും തന്നെ ഇല്ല. എല്ലാം കള്ളന്മാരാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാം ശരിയാക്കി തരാമെന്നുള്ള മോഹന വാഗ്ദാനം കൊണ്ട് പല ആൾക്കാരും നമ്മളെ മോഹിപ്പിക്കും. പക്ഷെ ആ മോഹന വാഗ്ദാനങ്ങളൊക്കെ വെറും ഒരു ചതിക്കുഴി മാത്രമാണെന്നുള്ളത് ഇപ്പൊ ഏകദേശം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി ഭരണം ഒന്ന് കൈമാറ്റം ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാലോ പ്രതിപക്ഷമാണെങ്കിൽ അതിനേക്കാളും വലിയ കഴിവില്ലാത്തവര്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാം ശരിയാക്കി കേരളത്തെ മൊത്തത്തിൽ തൂത്തുവാരി. ഖജനാവിൽ ഒരു ശകലം പോലും പൈസയില്ല. കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പൊ വലിയ ഒരു കടക്കാരാണ്. നമ്മൾ ഈ കടമൊക്കെ തിരിച്ചടയ്ക്കേണ്ട അവസ്ഥയായി. കടമെടുത്ത് ഇനി കടം കൊടുക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയായി. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞു. എന്തോ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യും,
നമ്പർ 1 ആക്കും, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിലുമൊക്കെ ഏറ്റവും ബെറ്റർ ആക്കും, ഡെവലപ്പ് ആക്കും, ന്യൂ കേരള ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണി പൊടിയിട്ടതാണ്. വലിയ വികസന പ്രൊജക്ടുകളൊക്കെ കൊണ്ടുവന്ന് അതിന്റെ പുറകിലുള്ള ഫണ്ടെല്ലാം അടിച്ചു മാറ്റി. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം കൊണ്ട് ഇഷ്ടം പോലെ പ്രകൃതി ദുരന്തങ്ങളുണ്ടല്ലോ. പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ഇവർക്കൊരു സന്തോഷമാണ്. കാരണം എന്താണ്? പ്രകൃതി ദുരന്തത്തിന്റെ പേരിൽ എന്താണ് ഇഷ്ടം പോലെ സംഭാവനകളല്ലേ കിട്ടുന്നേ, പല സംസ്ഥാനങ്ങളിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും. അതുകൂടാതെ തന്നെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ സംഭാവന. ദുരിതാശ്വാസ ഫണ്ട് അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്കും പറഞ്ഞത് റീബിൽഡ് കേരള, ഇപ്പൊ റീബിൽഡ് ചെയ്യാൻ പോവാണ് കേരളത്തെ മൊത്തം. എന്നിട്ട് എവിടെ റീബിൽഡ് ചെയ്തു? എന്ത് റീബിൽഡ് ചെയ്തു? ജനങ്ങളെ കൂടുതൽ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതല്ലാതെ യാതൊന്നും റീബിൽഡ് ചെയ്തില്ല. അതുകൂടാതെയാണ് ഇപ്പൊ സ്വർണ്ണക്കടത്ത് അഴിമതി വന്നേക്കുന്നത്. ഇത്രയധികം അഴിമതി ചെയ്തിട്ടും ഇത്രയും ആരോപണങ്ങളാണ്. ഇപ്പൊ തുറന്നു പറഞ്ഞ ആ വ്യക്തി ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കള്ളന് കഞ്ഞി വെച്ച വ്യക്തിയെ എങ്ങനെയാണ് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നത്? അപ്പം ഇവരാരും തന്നെ സത്യസന്ധരോ നല്ലവരോ നന്മയുള്ളവരോ ഒന്നുമല്ല. ആരെയും വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. ഇനി കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, ഒരു കുഞ്ഞിനെ പോലും വിശ്വസിക്കരുത്. ഇതുപോലെ രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയും. അതിപ്പോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 3 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. 3 രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ നമുക്ക് ഒരു രീതിയിലുള്ള നന്മയും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ആരും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കുറെ വർഗീയതയും ഇരവാദവും കുറെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നതല്ലാതെ ആ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് ഞാൻ നന്മ നിറഞ്ഞ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണി പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പൊടിയിടലുമായിട്ടാണ് ഇപ്പൊ ഈ ഒരു വ്യക്തി ഇറങ്ങിയിരിക്കുന്നത്. അയാളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം.